ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കേരള ലഞ്ച് മെനുവിൻ്റെ 111ാമത്തെ മെനു ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ മെനുവിൽ നമ്മൾ ഉണ്ടാക്കിയത് കൂർക്ക കൊണ്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ജനറലി നമ്മൾ കൂർക്ക കൊണ്ട് മെഴുക്കുവരട്ടിയല്ലേ വെക്കുക. ഇതൊരു പരിപ്പൊക്കെ ചേർത്തിട്ടുള്ള കറിയാണ്. അതിന് കോമ്പിനേഷൻ ആയിട്ട് പയറും കൊണ്ടുള്ള ഒരു തോരനും സാലഡും അച്ചാറും പിന്നെ കുറച്ച് അരിക്കൊണ്ടാട്ടമൊക്കെ വെച്ചിട്ട് നമ്മുടെ മീൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതേപോലത്തെ നിറയെ മെനൂസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് മെനുവിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം കൂർക്കയും കൊണ്ടുള്ള എരിശ്ശേരി ഉണ്ടാക്കാം. അതിനായിട്ട് തോരപ്പരിപ്പ് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ കുക്കറെ തിരിച്ച് ഞാൻ ഹൈ ഫ്ലെയിമിൽ അടുപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് ചേർത്തോളൂ. ഇനി കൂർക്ക ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കൂർക്ക വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പം ഭയങ്കര കട്ടയായിട്ടാണ് ഇരിക്കുന്നത്, അപ്പോൾ വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 2 പച്ചമുളക് കീറിയതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് കൂർക്കേനെ വേവിച്ചെടുക്കും. അപ്പം നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു വിസില് കുക്ക് ചെയ്തെടുക്കാം. കൂർക്ക കുക്കായിട്ട് പ്രഷറൊക്കെ റിലീസ് ചെയ്തതിന് ശേഷം ഞാൻ കുക്കർ തുറന്നു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു അരപ്പ് ചേർക്കണം. അപ്പം അതിനായിട്ട് ഞാൻ തേങ്ങയും ചെറിയുള്ളിയും ജീരകവും കൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു ചെറിയ തിള വരുന്നവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് തിളച്ച് വരട്ടെ. ഇത് കൂർക്ക നന്നായിട്ട് തിളച്ച് വന്നിട്ട് ഇനിയിലേക്ക് കടുകും ചെറിയുള്ളിയും കരിവേപ്പിലയും കൂടി വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുത്തത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള കൂർക്ക എരിശ്ശേരി റെഡിയായി. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതൊരു കോമ്പിനേഷൻ ആയിട്ട് ഉണ്ടാക്കിയത് പയറ് തോരനാണ്. അപ്പോൾ ചുവന്ന പയറില്ലേ, കൂടുതൽ മണിയുള്ള പയറ്, അപ്പം അതാണ് ഞാനിതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. എന്നിട്ട് ക്ലീൻ ചെയ്ത പയറ് ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്ത് എടുക്കുക. ഇനി ഞാൻ കടുക് പൊട്ടിക്കുമ്പോൾ കരിവേപ്പില ഇടാൻ മറന്നു, അപ്പോൾ അത് ഞാനിപ്പോൾ ആഡ് ചെയ്യാണ്. ഇനി വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ട് ഞാൻ കലക്കി എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ പയറ് വേകാനുള്ള വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചത്. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഉപ്പും ചേർത്തു. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പയറ് നന്നായി വെന്ത് വരുന്ന വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. പയറ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു അരപ്പ് ചേർക്കണം. അപ്പോൾ തേങ്ങ, പച്ചമുളക്, വെളുത്തുള്ളി, ജീരകം പിന്നെ ചെറിയുള്ളി ഇത്രയും ചതച്ചെടുത്തതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ചെറിയ തീയിൽ ഒരു 2 മിനിറ്റ് നേരം കൊണ്ട് ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള പയറ് തോരൻ റെഡി. അപ്പോൾ നമുക്ക് 2 മിനിറ്റ് നേരം ചെറിയ തീയിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ തേങ്ങയും ഉള്ളിയുടെയൊക്കെ പച്ച ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ഇന്നത്തെ മെനു റെഡിയായി. കൂർക്കയും കൊണ്ടുള്ള എരിശ്ശേരി പിന്നെ പയറ് തോരനും സാലഡും പിക്കിളൊക്കെ വെച്ചിട്ട്. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം കാണുന്നവരെ ബൈ.